ഇത് പ്രതിസന്ധിയിലും വിളിച്ചു പറയാൻ എൻ്റെ മനസ്സിൽ സിനിമയിലെ ഇതൊക്കത്തിലെന്നപോലെ കുറച്ചൊരു വാചകമുണ്ട്. എനിക്ക് എൻ്റെ പിള്ളേർ Come back. Save your land. Save God's own country. പുറത്തൊരാളിരിക്കുന്നു. സാറിനെ തിരക്കി വന്നതാ. ആരാ അറിയത്തില്ല. അകത്തെ ചുമലിലെ ഫോട്ടോയിലുള്ള ആളാണോന്ന് ഞാൻ നോക്കിയപ്പോൾ തോളും തൂക്കി ഒരാള് കയറി വരും. ആ തോള് ചാഞ്ഞ് കിടക്കുന്നതിൽ തന്നെ എനിക്കൊരു ചന്തം തോന്നും. അപ്പൊ ഞാൻ 90 മാർക്ക് കിട്ടും. പിന്നെയുള്ളത് മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അല്ല തുടങ്ങണ്ടേ? അവർ നടന്നാൽ അഴക്, സിരിച്ചാൽ അഴക്, അഴുതാൽ അഴക്, മീശയെ മുറുക്കിനാൽ അഴക് എന്ന് പറയുന്ന പോലെ എങ്ങനെ നടന്നാലും എന്ത് ചെയ്താലും മലയാളികൾ കഴിഞ്ഞ 40 വർഷത്തിന് മുകളിലായ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മലയാളിയുടെ സ്വന്തം അഹങ്കാരം, ദ വൺ ആൻഡ് ഓൺലി ലിവിംഗ് ലെജൻഡ് പത്മഭൂഷൺ മോഹൻലാൽ. ഞാൻ ആട് തോമ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയൊന്നുമാവില്ല. കൊന്നുകളയും ഞാൻ. ഇതിനകത്ത് എന്റെ അമ്മായിയമ്മയുടെ 28 സദ്യ ഉണ്ടാവുന്ന ഒരേ ഒരു രാജാവ്, നാട്ടുരാജാവ്, ചെങ്കോലും കിരീടവുമുള്ള നാട്ടുരാജാവ്, ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ചു നിർത്താൻ പട്ടാളവും പരിവാരവും ഇല്ലാതെ പെടാ പാടുപെടുന്ന ഒരു നാട്ടുരാജാവ്. പറയുന്ന ചാർലി, പുലിക്കാട്ടിൽ ചാർലി. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊട്ടി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ 6 അടി 1.5 ഇഞ്ചിൽ സവാരി കിരികിരി നടത്തും. ക്ഷണക്കത്ത് കെട്ടിയിട്ടാണോ മോനെ ആൾക്കാർ കള്ളക്കടത്തിന് നടക്കുന്നത്? Narcotics is a dirty business. കണിമംഗലത്തെ തമ്പുരാനോടാ കളി, 6ാം തമ്പുരാനോട്. സക്കീർ അലി ഹുസൈൻ, Sagar Ilyas Jackie. ഒറ്റ തന്തയ്ക്കുണ്ടായതാണ്. പറ. അങ്ങാടിയില് 10 ആള് കൂടേണ്ട നടുവിൽ കിട്ടണം തന്നെ. ഈ വാച്ച് അഴിക്കുന്ന നമ്പർ ഞാൻ മുമ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. വാച്ച് കാത്തിയറ. അതുകൊണ്ട് ഇത്തവണ ഇങ്ങനെ പോട്ടെ. ഓ, അപ്പൊ തുടങ്ങാം അല്ലേ? പിന്നെ അവിടുത്തെ കളർ മാറി. 6 തടിയന്മാരെ മോഹൻലാൽ ഗുസ്തി മുറയിൽ എടുത്ത് മറിച്ചിട്ടു. അവർക്കറിയാം ഇത് പഴയ യൂണിവേഴ്സിറ്റി റെസ്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ. നെഞ്ചുകൂടി ഞാൻ പിടിക്കും. വെടിപ്പായല്ലോ പോളേട്ടാ, ഹാപ്പി അല്ലേ? മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം 3000 പിന്നിട്ടു. പക്ഷേ അത് ശരിയല്ല, അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ. എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു. ഐ ലവ് യു. അപ്പം മോഹൻലാൽ പറഞ്ഞു, എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പാട്ടിട്ട് 1 2 3 4 എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ഡാൻസ് ഞാൻ തുടങ്ങിയപ്പോണ്ട്. എന്റെ മുന്തിരി കള്ളേ. മോഹൻലാലിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ ആയിരുന്നു. ഒരു നടന് അഭിനയിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഒരു സീൻ അഭിനയിപ്പിച്ച ഒരാളെ ചിരിപ്പിക്കുക. ഷക്കീലെ കാണാൻ പറ്റിയ പരുവം. എന്റെ ബന്ധുവല്ലേ? ശ്രീ അല്ലി, പോളം, വലി വലി വലി
പക്ഷെ ഞാൻ കണ്ട അങ്ങനെയുള്ള അത്ഭുതകരമായ മാറ്റം നടത്തുന്നതാണ് ലാലേട്ടൻ. മനസ്സിലാക്കി കളഞ്ഞല്ല. ചിരിച്ചൂപ്പറയ്ക്ക് ക്ലാപ്പ് വെക്കുന്ന സമയത്ത് പോലും നമ്മളെ ചിരിപ്പിച്ചിട്ട് പെട്ടെന്ന് ആക്ഷൻ എന്ന് പറയുമ്പോൾ വേറെ ആളായിട്ട് കാണാം. മോഹൻലാലാണ് ഒരു മഹാനായ നടൻ. ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനാണ്. നമ്മളൊരു ക്യാരക്ടർ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ക്യാരക്ടറായിട്ട് മാറുകയാണ് സ്ക്രീനിൽ. അത് അപൂർവമായ ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു സിദ്ധിയാണ്. അതിൽ ആ ഷട്ടർ പൊന്തിക്കുന്ന സീക്വൻസിൽ ഷട്ടർ പൊന്തിച്ചപ്പോൾ 1 മിനിറ്റ് മുന്നേ കണ്ട മുഖമേ അല്ല ഞാൻ പിന്നെ കാണുന്നത്. ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലാണ് പുള്ളി മാറിയത്. മോഹൻലാലിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ഡാൻസ് ചെയ്യും, വില്ലൻ വേഷം കിട്ടും, ക്യാരക്ടർ റോൾ ചെയ്യും, ആംഗ്രി യങ് ഹീറോ അത് ചെയ്യും, കമലതളം ഒരു ഡാൻസ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ആനന്ദ നടനം അവൻ ആടി എന്നാണ്. ഞാനിനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. കിരീടത്തില് സേതുമാധവൻ ആ ഇരിപ്പിരിക്കുന്നതിന് മുന്നേ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇവരെല്ലാരും കൂടെ കസേരയിട്ട് റോട്ടിലിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലാലെ ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ പോയി ഒരു ഇരിപ്പിരിക്കുവാണ്. പേടിക്കുന്ന നിറം ചുവപ്പ്, അതോ കറുപ്പ്? മർമ്മരങ്ങൾ ശ്രുതിയോടു ചേർന്നു ഒരു ഇൻവോൾവ് ചെയ്ത സീനിനകത്ത് കയറി അത് ജഗൻ ആരാൻ തമ്പുരായിട്ട് കയറിയിട്ട് അത് കഴിഞ്ഞ് അഴിന്ന് ഇറക്കി വിട്ടിട്ടാണ് പുള്ളി. നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ഫ്രെയിമിൽ നിന്ന് മാറുമ്പോൾ ക്യാരക്ടർ മാറാം. ഇങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ കണ്ണ് തുടയ്ക്കുന്നത് അല്ലെങ്കിൽ കണ്ണ് നിറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗദ്ഗത ഒന്നും വേണ്ട. കാരണം നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യില്ല അതിട്ട കരഞ്ഞ. അല്ല, ലാലെന്ന് വിഷമം കാണിക്കാൻ നമ്മുടെ മനസ്സിലത് കൊള്ളും. ഇന്ന് ഏത് നടന അങ്ങനെ നമ്മൾ കാണുമ്പോഴേ അങ്ങനെ വിഷമിക്കുന്ന രീതി. മോഹൻലാലിന്റെ താരപദവി അവസാനിച്ചു, മോഹൻലാലിന്റെ കരിയർ അവസാനിച്ചെന്ന് പലരും വിധി എഴുതി. സൂപ്പർ താര പദവി അസ്തമിക്കുന്നു എന്ന പ്രചാരണത്തിന് ബലമേകുന്നതായിരുന്നു തുടർന്നുള്ള റിലീസുകളുടെ ബോക്സ് ഓഫീസ് വിധി. വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് I lost that touch. I am not confident anymore. Real heroes are always alone. ഒരു പോയിന്റ് ആയപ്പോൾ ഞാൻ മടുത്തു. ഞാൻ എന്തെങ്കിലും ചെയ്യറേ. മരക്കാറാണ് ഇതിപ്പോ കണ്ടത്. ലാലേട്ടന്റെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇദ്ദേഹത്തിന് കൊണ്ട് വയ്യ, പറ്റുന്നില്ല, നടക്കൂല, കഴിഞ്ഞ് ഖതം ഗയ ഗുഡ് ബൈ, പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരൂല. അതിവേഗം 48 മണിക്കൂറുകൾ തന്നെ 100 കോടി ക്ലബും കവിഞ്ഞുകൊണ്ട് മുന്നേറുക. ദിവസമാണ്. റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന 1,00,000-അടുത്ത് ടിക്കറ്റുകൾ. ബുക്ക് മൈ ഷോ ആദ്യമായി സ്തംഭിച്ചു പോയത് മണിക്കൂർ. ഒരൊറ്റ പേര്, മലയാളത്തിന്റെ മോഹൻലാൽ. ഞാനേ നമ്മുടെ മോഹൻ ലാലേട്ടന്റെ കടുത്ത ആരാധകനാണ്. നമ്മൾ ചിന്തിച്ചു ലൈക്ക് ഇത് മലയാള പടമാണോ കണ്ടോണ്ടിരിക്കണം. ആ ലെവലിലോ അദ്ദേഹത്തിന് ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആനയെ പോലെ സിനിമ കണ്ടിറങ്ങിയവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, മോഹൻലാൽ തിരിച്ചു വന്നിരിക്കും. അങ്ങേരെ എവിടെയും ബോട്ടിൽ അങ്ങേര് തീർന്നിട്ടും ഞാൻ കണ്ടോ എന്റെ പഴയ മോഹൻലാലിനെ. ഒറ്റ ലാലേട്ടൻ ഈസ് ബാക്ക്. ലാലേട്ടനെ സ്നേഹിക്കുന്ന ഫാൻസ് എന്ന് പറയുന്നത് അവർക്കറിയാം ഈ മനുഷ്യന് എന്തും ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടിയിരുന്നത് 2018 എന്ന ചിത്രമായിരുന്നു. ആ ചിത്രത്തിന്റെ എല്ലാവിധ കളക്ഷനെയും തകർത്തുകൊണ്ട് തുടരും. പലരും സൃഷ്ടിക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട വിന്റേജ് ലാൽഭാവങ്ങളെല്ലാം ആ മുഖത്ത് വീണ്ടും വിരിഞ്ഞിരിക്കും. തിയേറ്ററിനകത്ത് ലാലേട്ടന്റെ അഭിനയത്തിന് കൈയടി. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്റെ തറവാടിന്. അങ്ങനല്ലേ പാടുള്ളൂ. നനയുകയോ മനമെങ്ങോ
ഓർക്കുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ ഇനി മലയാള സിനിമയിലൊരു മോഹൻലാൽ ആവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടാവില്ല. 12 ഇനി 50 കൊല്ലം കഴിഞ്ഞാലും ലാലിന് വലിയ മാറ്റം ഉണ്ടാവുന്നില്ല. ഞാൻ പറയുന്ന മോഹൻലാലിന് പഴമയും പൊഴുമയൊന്നുമില്ല. മോഹൻലാൽ തന്നെയാണ്, അതെന്നും അതുപോലെ തന്നെയാണ്. മലയാളത്തിൻ്റെ ഈ അത്ഭുത കലാകാരൻ ലാലിനെ, മലയാളികളുടെ ലാലേട്ടൻ, മലയാള സിനിമകളുടെ മഹാനായ നടൻ പ്രിയപ്പെട്ട മോഹൻലാൽ ജന്മദിനാശംസകൾ.